സാർ, അടുത്ത ദിവസം കേരളത്തിലെ നമ്മളൊക്കെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരികയാണ്. കേരളത്തിൽ മറ്റൊരു പിണറായി സർക്കാർ ഉണ്ടാകില്ല എന്നാണ് സകല എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞു വെക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ ഈ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിമതശൈല്യം ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നൊരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ഇത്തവണ അത് ഏറ്റവും അധികം അടി കിട്ടിയിരിക്കുന്നത് സി പി എമ്മിനാണ്. പല മണ്ഡലങ്ങളിലും സി പി എം വിമതരെത്തുന്നു. പി കെ ശശി എത്തുന്നു, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ, പയ്യന്നൂർ വി കുഞ്ഞികൃഷ്ണൻ, അങ്ങനെ ഒട്ടനവധി നേതാക്കൾ, സാധാരണ നേതാക്കളല്ല, സി പി എമ്മിന് തന്നെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളാണ് വിമതരായി മറ്റൊരു പാർട്ടിക്ക് വേണ്ടി, അതായത് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിണറായി യുഗം കഴിയും എന്നൊരു നിഗമനം തന്നെ എല്ലാവരും മുന്നോട്ട് വെക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും. ഇപ്പോൾ കൂറുമാറിയ നേതാക്കളോടൊപ്പം തന്നെ ഇനി വലിയൊരു പിണറായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നറിയില്ല. അപ്പോൾ സി പി എമ്മിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റം ഈ തെരഞ്ഞെടുപ്പിലെ ഫലപ്രഖ്യാപനത്തിന് ശേഷം എന്തായിരിക്കും? അതൊരു കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ കുറേ 8 പതിറ്റാണ്ടായിട്ട് കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് വരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അതെ. പിന്നീട് വിശേഷിച്ചും സി പി എം, പിളർപ്പിന് ശേഷം സി പി എം തന്നെയാണ്. എന്തിനാ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ്റെയും ബി ജെ പിക്കാരൻ്റെയും സ്വഭാവത്തെയും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും സമീപനത്തെയും ഓരോ മലയാളിയുടെയും ചിന്താഗതിയെപ്പോലും നിയന്ത്രിക്കുന്നതിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതല്ലെങ്കിൽ സി പി എം നിർണായക പങ്ക് വഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ചേഞ്ചാണ്. ഇപ്പോൾ ഒരു വെറും വിമതശല്യമായിട്ട് മാത്രം അതിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ഒരു വിമത സ്വഭാവത്തിലാണെന്ന് പുറത്തേക്ക് വന്നത്. പക്ഷേ ആ വിമത സ്വഭാവത്തിലേക്ക് പുറത്തേക്ക് വന്നത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ലത് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സാധാരണ കോൺഗ്രസ്സിലൊക്കെ ഉണ്ടാകുന്ന വിമതശല്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നമാണ്. ഒരു ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗം, പിന്നെ സൗഹൃദ മത്സരമായിട്ട് ഇത് കൊടുക്കുക, സീറ്റ് കിട്ടാത്തതിൻ്റെ വേദനയിലാണ് വിമതരുണ്ടാവുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്ന് വിമതരെ ഒന്ന് മത്സരിച്ചത് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലല്ല, മറിച്ച് ആ പാർട്ടിയുടെ അടിയിൽ, അതായത് ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തതിൽ അവർ തങ്ങളുടെ, ഉദാഹരണത്തിന് ടി കെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, തൻ്റെ ജീവിതം മുഴുവൻ ഈ പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ്. നമുക്ക് അവിശ്വസിക്കാൻ പറ്റത്തില്ല. അതേപോലെ ആലപ്പുഴയിൽ ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ. കേരളത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിനാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കെ സുധാകരൻ്റെ പാർട്ടിയുടെ സംഭാവന എന്ന് പറയുന്നത് ജി സുധാകരൻ. അപ്പോൾ ജി സുധാകരൻ്റെ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പയ്യന്നൂരിലേക്ക് പോകുമ്പോൾ നമ്മുടെ വി കുഞ്ഞികൃഷ്ണൻ. അപ്പോൾ ഇവരിലെല്ലാം കാണുന്നത് ഒരു വിഷാദത്തിൻ്റെ, അതല്ലെങ്കിൽ പ്രതിഷേധവും നഷ്ടബോധവും എന്തോ ഒരു ദുരന്തം അവർ കാണുന്നതിൻ്റെ ഭാവമാണ് ഇവരിലെല്ലാം കാണുന്നത്. ഇവരുടെ വാക്കുകളിലും കാണുന്നത് അതാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് സി പി എമ്മിൻ്റെ, കാരണം ഈ വി കുഞ്ഞികൃഷ്ണനെ പോലെയും ടി കെ ഗോവിന്ദനെ പോലെയും ജി സുധാകരനെ പോലെയും ഒക്കെയുള്ള നേതാക്കന്മാർ അവരുടെ 70കളിലാണെന്ന് ആലോചിക്കണം വയസ്സിൻ്റെ, മനസ്സിലായില്ലേ? ആ സമയത്ത് അവർ ഇങ്ങനെ പാർട്ടിയുടെ അടുന്നിറങ്ങുകയാണ്. ഇവരെല്ലാം അടിത്തറയാണ്. ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ അടിത്തറ എന്നൊക്കെ പറയുന്നത് നമുക്ക് വ്യക്തികളുടെയും കാണണ്ടേ? പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനങ്ങളാണല്ലോ. അത് അങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മിൻ്റെ അടിത്തറയായിട്ടുള്ള ആൾക്കാരാണ് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത്. ആ അടിത്തറ ഇളകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ മാത്രമല്ല കാലത്തിൻ്റെ ഒരു ഗതിയെയും നമ്മൾ പരിഗണിക്കാതെ പോകാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ 81 വയസ്സായി അല്ലേ? ഇനിയിപ്പം അധികാരത്തിൽ വന്നാൽ പോലും 5 വർഷത്തെ ഭരണമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ അധികാരത്തിൽ വന്നില്ല എങ്കിൽ, കാരണം മിക്ക എക്സിറ്റ് പോളുകൾ കാണിക്കുന്നതും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ ഫലം നോക്കിയാലും പിന്നെ പോളിംഗ് ദിവസത്തെ ജനങ്ങളുടെ ക്യൂവിൽ നിന്ന് ജനങ്ങളുടെ വികാരം നോക്കിക്കഴിഞ്ഞാലും അവിടെ ഈ പോളിങ്ങിന് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത കാണാമായിരുന്നു. ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് UDF അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. LDF പ്രതിപക്ഷത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്താണ് ഈ പാർട്ടി വീണ്ടും പാർട്ടി പ്രവർത്തനത്തിലേക്ക് കടക്കാൻ പറ്റുന്നത്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ 10 വർഷം കണ്ടുകൊണ്ടിരുന്നത് പിണറായി വിജയൻ്റെ ഭരണമാണ് കണ്ടുകൊണ്ടിരുന്നത്, പാർട്ടി പ്രവർത്തനം കണ്ടിരുന്നില്ല. കാരണം പാർട്ടിയും ഭരണവും എല്ലാം പിണറായി വിജയൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹം ഒരു പേരിന് അദ്ദേഹത്തിൻ്റെ അത്രയേ ഉള്ളൂ, പിണറായി വിജയൻ്റെ പ്രീതി ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാം തന്നെ പിണറായി വിജയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പാർട്ടിയും പിണറായി വിജയനായിട്ട് മാറി.
ഇപ്പം പിണറായി ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പം ഈ ഹോർഡിങ്സ് മുഴുവൻ കണ്ടില്ലേ അല്ലേ? അപ്പം കോൺഗ്രസ്സിന് പോലും ഇല്ലായിരുന്നു ഇത്രയും വലിയ. പണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു ജയലളിതയുടെയും MGRൻ്റെ ഒക്കെ ഇതുപോലുള്ള കട്ടൗട്ടുകൾ. അതിനുശേഷം പിന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ ഇപ്രാവശ്യം പിണറായി വിജയൻ്റെയാണ് നമ്മൾ കണ്ട സംഗതി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ നാളെ പിന്നെ ഭരണത്തിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ, പ്രതിപക്ഷത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുമോ എന്നുള്ളത് പോലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സജീവമായിട്ട് ഓടിയുണ്ടെന്ന് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അതിന് അദ്ദേഹം തയ്യാറാകുമോ? അദ്ദേഹം അതിന് തയ്യാറായാൽ തന്നെ പാർട്ടി അണികൾ എത്രമാത്രം പഴയതുപോലെ സ്വീകരിക്കും? കാരണം പിണറായി വിജയൻ ഈ അധികാരമില്ലാതെ ഒരു ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് 81 വയസ്സിലാണെങ്കിലും അത് ഏറ്റെടുക്കാൻ ചെല്ലുകയാണെങ്കിൽ പോലും അവിടെയും പാർട്ടിക്കുള്ളിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവും. മാത്രവുമല്ല, ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് രണ്ടാം നിര നേതാക്കന്മാർ ഉയർന്നു വരേണ്ട ഒരു സമയമായിരുന്നു. ഒരൊറ്റ രണ്ടാം നിര നേതാക്കളെ പോലും നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയായി ഇല്ലേ? ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററാണ്. ആ ഗോവിന്ദൻ മാസ്റ്റർക്ക് എന്ത് സ്വാധീനമാണ് പാർട്ടിയിലുള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഒരു അധികാര കേന്ദ്രം, പാർട്ടി എന്ന് പറയുന്ന സാധനം തന്നെ ഒരു പിണറായി വിജയൻ ഈ രംഗത്ത് നിന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് സാങ്കേതികമായിട്ട് പറയാം പാർട്ടി അങ്ങനെ നല്ല മറ്റേ സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. സാധാരണ പണ്ട് CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരിക്കും അല്ലേ? ഈവൻ നമ്മളുടെ സീതാറാം യെച്ചൂരി വരെ ആ ഒരു സ്ഥാനം അദ്ദേഹം നിലനിർത്തിയിരുന്നു. പക്ഷേ ഇന്നിപ്പം MA ബേബി കേരളത്തിൽ പോലും സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയിൽ സ്വാധീനമില്ല, കാരണം വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. കാരണം അദ്ദേഹത്തിന് പാർട്ടിയുടെ പുറത്തൊരു നിയന്ത്രണം ഇത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പിണറായി വിജയൻ്റെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറേണ്ടിരുന്നൊരവസ്ഥ പറയുമ്പോൾ CPMൻ്റെ സെൻട്രൽ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. പക്ഷേ കേരളത്തിലെ പിണറായി വിജയൻ കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് ഉദാഹരണത്തിന് ഇവിടെ AKG സെൻറ്ററിൻ്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ആരാ ഉദ്ഘാടനം ചെയ്തത്? അഖിലേന്ത്യാ. AKG സെൻറ്ററിൻ്റെ പാർട്ടിയുടെ സ്ഥാപനമാണല്ലോ സംസ്ഥാനത്തെ. അത് ഒരു ന്യായമായ രീതിയിൽ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം പിണറായി വിജയൻ ചെയ്തിട്ട് കുഴപ്പമില്ല. പക്ഷേ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥലത്തുള്ള സമയത്ത് അത് അഖിലേന്ത്യാ സെക്രട്ടറി തന്നെയല്ലേ ചെയ്യേണ്ടത് അല്ലേ? പക്ഷേ അവിടെ പിണറായി വിജയൻ വിളക്ക് കൊളുത്തിയപ്പോൾ പിന്നെ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ മാത്രമേ MA ബേബിക്ക് കഴിഞ്ഞുള്ളൂ. മാത്രമല്ല MA ബേബിക്ക് യാതൊരു വിധമായിട്ടുള്ള സ്വാധീനവും കാര്യമായ രീതിയിൽ ഭരണത്തിൽ ചെലുത്താനും പറ്റിയില്ല. സാധാരണ CPM അധികാരത്തിലിരിക്കുന്ന സമയത്ത് പാർട്ടി വളരെ കർക്കശമായ രീതിയിൽ ഭരണത്തെ നിയന്ത്രിക്കും. ഒരു തിരുത്തൽ ശക്തിയായിട്ട് വേണമെങ്കിൽ എപ്പോഴും പാർട്ടിയാണ് ഭരിക്കുന്നത്. ഉദാഹരണത്തിന് അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന സമയത്ത് പിണറായി വിജയനായിരുന്നു പാർട്ടി സെക്രട്ടറി. അച്യുതാനന്ദനെ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഓഫീസിലെ സ്റ്റാഫിൻ്റെ നിയമനത്തിലാണെങ്കിൽ പോലും. അപ്പോൾ ആ രീതിയിലുള്ള അവസ്ഥകളൊക്കെ മാറിയിട്ട് കംപ്ലീറ്റ് പിണറായി വിജയനിലേക്ക് വന്നിട്ട് പിണറായി വിജയൻ നിയന്ത്രിക്കാൻ ആരുമില്ല. അപ്പോൾ ഇദ്ദേഹം നാളെ അങ്ങോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ എന്താവുന്നുള്ളതാണ്. മാത്രമല്ല നിലവിലുള്ള അവസ്ഥയിൽ ഇപ്പം TK ഗോവിന്ദനെ പോലുള്ളൊരു വ്യക്തി തളിപ്പറമ്പിൽ അദ്ദേഹം പരസ്യമായിട്ട് ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. V കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന സംഗതി എന്താണ്? രക്തസാക്ഷി ഫണ്ട് തിരിമറിയാണ് അല്ലേ? അത് അവിടുത്തെ MLAക്കെതിരെ കാര്യമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ പയ്യന്നൂർ മണ്ഡലങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ കാണുക. സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ട സംഗതി എന്താ? വീടുകൾ കയറി തീ വയ്ക്കുന്നു, ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ. അപ്പോൾ V കുഞ്ഞകൃഷ്ണൻ്റെ പുസ്തക പ്രകാശനത്തിന് എത്തിയിരുന്ന ആൾക്കാരുടെ എണ്ണവും നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിയൊഴുക്കുകൾ ഭീകരമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇത് ബംഗാളിലെ പോലെ കേരളത്തിൽ CPM ആകുമോ അല്ലെ ആകും എന്നൊക്കെയാണ് ഈ വളരെ എന്താ പറയുക ഈ പിന്നെ CPMൽ നിന്ന് വിട്ടുപോകേണ്ടി വന്ന അതല്ലെങ്കിൽ CPMൻ്റെ സഹയാത്രികരായിട്ടുള്ള ആൾക്കാരൊക്കെ വിഷാദത്തോടെയും വിഷമത്തോടെയും പറയുന്നത്. അത് അവരൊരു ദുഃഖത്തിൽ പറയുന്നതാണ്. ഇതിൻ്റെ അവസ്ഥ ബംഗാളിലേക്ക് പോലെ ആകും. പക്ഷെ ബംഗാളിലേക്ക് പോലെ ആയിക്കഴിഞ്ഞാൽ പോലും കേരളത്തിന് അത് താങ്ങാനാകുമെന്നാണ് സംശയം. ഉദാഹരണത്തിന് ബംഗാളിൽ ഈ പറഞ്ഞ പോലെ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ.
CPM-ലുള്ള എല്ലാം അങ്ങോട്ട് മാറി തൃണമൂലായി മാറി. ഇനിയിപ്പം നാളെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കണം, ബംഗാളിലെ മുഴുവൻ ഈ വീടുകൾ കത്തിക്കലായിരിക്കും. വീടുകളെന്ന് പറയുന്നത് ഈ ഷീറ്റൊക്കെ കൊണ്ടുള്ള വീടുകളായിരിക്കും. ഇത് മുഴുവൻ കത്തിക്കും. ഇത് പണ്ട് CPM തുടർന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് തുടങ്ങി ത്രിപുരയാണെങ്കിലും ബംഗാളാണെങ്കിലും ഈ വീടുകൾ കത്തിക്കൽ അവിടുത്തെ ഒരു ആചാരം പോലെയായി മാറിയിട്ടുണ്ട്. പക്ഷേ അതേപോലെ കേരളത്തിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ ട്രെൻഡ് കാണുന്നത് CPM-ൽ നിന്ന് നേരെ BJP-യിലേക്ക് പോകുന്നതാണ് കാണുന്നത്. കോൺഗ്രസ്സിലേക്കും വളരെ വിരളമാണ്. കാരണം കോൺഗ്രസ്സിലേക്ക് ഇപ്പം പിന്നെ ഈ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള അവസ്ഥ അറിയാം. ഇപ്പം നിലവിൽ ഇപ്പം ഭരണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിലേക്ക് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രയാസമുള്ള സംഗതിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വീണ്ടും ഈ ഒരു BJP-യിലേക്കുള്ളൊരു ഒഴുക്കാണ് നമ്മുടെ കേരളത്തിൽ വളരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് പോകുന്ന സമയത്ത് ഈ CPM-ൻ്റെ ഇതേ സ്വഭാവക്കാരെല്ലാം കൂടെ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിനുണ്ടാകുന്ന സാംസ്കാരികമായ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. കാരണം ഈ പറഞ്ഞതുപോലെ ഇന്നലെ വരെ ഈ പാലക്കാട് സമ്മേളനത്തിനാണെന്ന് തോന്നുന്നു CPM-ൻ്റെ, അതായത് വീടുകളിൽ ഈ മതാചാര ചടങ്ങുകൾ പാർട്ടി അംഗങ്ങൾ നടത്താൻ പാടില്ല, ഈ കുട്ടികളുടെ പേര് വിളി 28 ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നടത്താൻ പാടില്ല എന്ന് പ്രമേയം പാസ്സാക്കിയ പാർട്ടി സമ്മേളനമാണ് പാലക്കാട് നടന്നത്. ആ പാർട്ടിയുടെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ്റെ മകനും കുടുംബമാണ് ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിന് പോയിരിക്കുന്നത്. ഇതൊക്കെ ഓരോ സൂചനകളാണ്. അപ്പോൾ ഈ ഒരു സൂചന ഇത് തന്നെ ഒരു പക്ഷേ പിന്നെ ബോധപൂർവം അരങ്ങേറിയതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റായിട്ടുള്ള പിണറായി വിജയൻ്റെ മകന് കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാട് നടത്താവുന്നുണ്ടെങ്കിൽ എൻ്റെ CPM സഖാക്കളെ, നിങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും ഇതുപോലെ ഇനി അമ്പലത്തിൽ പോകാം. അതുകൊണ്ട് നിങ്ങളിനി CPM-ൽ പിന്നെ ഈ പറഞ്ഞതുപോലെ CPM-ൽ നിന്ന് വിട്ടുപോകേണ്ട ആവശ്യമില്ല. CPM-ൽ നിന്ന് അണികൾ BJP-യിലേക്ക് പോകാതെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ അതൊന്നും പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ഈ ക്ഷേത്ര ദർശനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അത് BJP-യിലേക്ക് പോയിട്ടായിരിക്കും അവസാനിക്കുക. അത് വരുമ്പോഴും സാംസ്കാരികമായിട്ട് ഈ പറഞ്ഞതുപോലെ BJP-യിലും കൂടെ കുറേയും കൂടെ അക്രമാസക്തരായ ആൾക്കാർ കയറി BJP ഈ പറഞ്ഞതുപോലെ CPM-ൻ്റെ കണക്കുള്ള ഒരു തീവ്ര അക്രമ സ്വഭാവമുള്ളൊരു പാർട്ടിയായി. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ഇപ്പം കണ്ണൂരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BJP-യും CPM-ഉം ഒരേപോലെയാണ് നിൽക്കുന്നത്, അല്ലേ? കാര്യമായ മാറ്റമില്ല. ഒരാളെ കൊന്ന് അടുത്ത ആളിനെ ഇവർ കൊല്ലുന്നു, അതല്ലെങ്കിൽ ഇവർ നേതാക്കന്മാർ തമ്മിൽ സന്ധി ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊലപാതകം നിൽക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ളൊരു സ്വഭാവത്തിലേക്കാണ് വീണ്ടും പോകുന്നത്. അപ്പോൾ അത് കണ്ണൂരുള്ളൊരു പ്രതിഭാസം. അത് ഈ പറഞ്ഞതുപോലെ അവിടെ 2 പാർട്ടികളുണ്ടെന്ന് പറയാം ഒരേ രീതിയിൽ. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ BJP-യിലേക്കും ഈ ഒരു സ്വഭാവം മാറുകയാണെങ്കിൽ കഴിഞ്ഞ 80 വർഷമായിട്ട് കേരളത്തിൽ തുടർന്നു വരുന്ന ആ ഒരു സ്വഭാവം പുതിയ രീതിയിൽ കേരളത്തിൽ വീണ്ടും ഈ BJP-യിലേക്കോ അതല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറും. അതുകൊണ്ട് കേരളത്തിന് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരു മാറ്റവും ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഈ ജീവിതത്തെ ഗുണപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാഷ്ട്രീയമായ മാറ്റങ്ങൾ സംഭവിക്കാതെ വീണ്ടും ഒരു പിന്നോട്ട് നടത്തത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ സാഹചര്യങ്ങൾ മാറും. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഗതി അതാണ്. CPM-നകത്തുള്ള ഒരു CPM-ൻ്റെ ഘടന, അതിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് സംഗതികൾ മാറും.